ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്വാഗതം ആശംസിച്ച അംഗൻവാടി ടീച്ചർ, ഉദ്യോഗസ്ഥർ, എൻ്റെ സ്നേഹനിധികളായ സഹോദരി സഹോദരൻ, നമ്മുടെ ഈ ടൈം തുടങ്ങിയിട്ട് 4.5 വർഷം കഴിഞ്ഞു. ഈ 2-3 മാസം കൂടിയുള്ള നമുക്കറിയാം. അവസാനത്തെ ഒരു പക്ഷേ ഗ്രാമസഭ ആയി വരുന്നതിന് സാധ്യതയുണ്ട്. നമ്മുടെ ഈ ടൈമിൽ അവസാനത്തെ ഗ്രാമസഭ ഇവിടെ കൂടിയ ആളുകളോടും അതേപോലെ ഇവിടെ വരേണ്ട ആളുകളോടും ന്യായമായ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇവിടെ വന്ന ആളുകളോട് പറയാനുണ്ട്, 4.5 അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിട്ട് എൻ്റെ ഒരു വിശ്വാസപ്രകാരം 100% വാർഡിലെ ആളുകളുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. 4 സീറ്റുള്ള വീട്, അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളായിരുന്നു. അർഹമായ ആളുകൾക്ക് ഒരു തരത്തിൽ വിവേചനമില്ലാതെ 100% അർഹർക്ക്, അവകാശികൾക്ക് അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ പേഴ്സണലായിട്ട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഞാൻ പറയും. അതിലൂടെ വിദ്യാഭ്യാസപരമായാലും ആരോഗ്യപരമായാലും കുടുംബപരമായാലും ഏത് സംഗതി ആയാലും എൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട് പൂർണ്ണമായിട്ട് സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ 400 ചില്ലറ അതിൽ കൂടുതലുള്ള വീട്ടിലെ ആളുകളെ എൻ്റെ കുടുംബത്തെ പോലെ അവരെ എന്ത് ചെയ്തിട്ടുണ്ട് ചേർത്ത് ഞാൻ പിടിച്ചു. എൻ്റെ കുടുംബത്തിനോട് എത്രത്തോളം നീതി പുലർത്തുന്നോ അത്രത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാർഡിലെ ജനങ്ങളോട് ഒരു വിവേചനമില്ലാതെ ഒരു പക്ഷപാതിത്വമില്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നോട് എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാർഡിലെ ആളുകളെ ചേർത്ത് പിടിച്ചു. അവരുടെ പ്രശ്നങ്ങൾ അതെൻ്റെ പ്രശ്നമാണ്, അവരുടെ പ്രയാസങ്ങൾ എൻ്റെ പ്രശ്നമാണ്. എൻ്റെ കുടുംബത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ നാട്ടിലെ പ്രശ്നങ്ങൾ അതേ അർത്ഥത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വാർഡിലെ വിഷയത്തെ കാണാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരനെ പോലെ ഒരു കുടുംബനാഥനെ പോലെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വീട്ടിലെ കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായി ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്കും എന്നോടുള്ള വിശ്വാസം ഉണ്ടാകുന്നത്. എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും എന്നെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനുണ്ടാകില്ല എന്ന തികച്ച വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ടാണ്. 4.5 വർഷം മുന്നേ നിങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് 10ാം വാർഡിൻ്റെ വാർഡ് മെമ്പറായിക്കൊണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ഒരു മത്സരത്തിലൂടെ എന്നെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ചെയ്തൊരു പ്രതിജ്ഞയുണ്ട്. 100% ആ പ്രതിജ്ഞ 100% ഒരു തരത്തിലും കുറവുകളില്ലാതെ പുലർത്തി എന്ന് വിശ്വസിക്കും. 100% ഞാൻ ടച്ച് ചെയ്ത് ഞാൻ പറയുന്നത് എന്നറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4.5 വർഷം വളരെ ജാഗ്രതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ വിഷയത്തിലും എൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പരിഹാരം. അതേപോലെ തന്നെ വാർഡിലെ ആളുകളും എന്നോട് 100% സഹകരിച്ചു. 100% ഒരാളിന് പോലും എതിരഭിപ്രായമായിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, വിവിധ സംഘടനകളാണ്, എല്ലാവരും വാർഡിൻ്റെ സ്ട്രെങ്തിക്ക് വേണ്ടി, എംപവർമെൻറ്റിന് വേണ്ടി, വാർഡിന് മുന്നോട്ടുള്ള നല്ല പോക്കിന് വേണ്ടി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാം. അതേപോലെ പാവട്ടി പഞ്ചായത്ത് എൻ്റെ വാർഡിലെ ആളുകൾ കേൾക്കാൻ വേണ്ടി പറയും. പാവട്ടി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച വാർഡ് 10ാം വാർഡ്. ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചു. ആ ഈ ഫണ്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വാർഡിൽ കൊടുക്കാൻ പറ്റും. ക്രമാതീതമായി സമയബന്ധിതമായിട്ട് അതിന് TS മേസും ഒക്കെ എടുത്തിട്ട് മറ്റേ കോൺട്രാക്ടർമാരെ കണ്ടിട്ട് ആ നടപ്പിലാക്കുന്നിടത്തോളം ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഗസാലി സാഹിബിൻ്റെ ഫണ്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ വാർഡ് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം 100% ഞാൻ നീതിയോടുകൂടി സത്യസന്ധമായിക്കൊണ്ട് പുലർത്തി എന്നുള്ള വിശ്വാസത്തിൽ ഈ അവസാന ഗ്രാമസഭയിൽ ഇനിയൊരു ഗ്രാമസഭ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. മനുഷ്യ സാഹചര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ അറിവിലില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊന്നും എൻ്റെ ബോധപൂർവമല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് എന്നെങ്കിൽ പോലും നമ്മളറിയാത്ത ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടുമണിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്നോട് പറയുകയും ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്.